ഹലോ ഗെയ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോം ആൻഡ് ലൈഫ് ബൈ മാളു സമ്പൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പുട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് ഇടുന്നത്. അതായത് സ്റ്റീമറിൽ നമ്മൾ പുട്ട് വയ്ക്കുന്ന ഒരു രീതി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അജ്മീര പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അജ്മീര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, ഒരു വീഡിയോയിൽ കണ്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അതിനുശേഷം ഞാൻ കൂടുതലും അജ്മീര പുട്ടുപൊടിയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് നനച്ചെടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ അതായി കിട്ടും. നമ്മൾ സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റീമറിൽ എങ്ങനെയാണ് പുട്ട് അവിക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ഈസിയാണ് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് അവിക്കാനായിട്ട് നിൽക്കേണ്ട, സമയവും ലാഭമാണ്. അപ്പോൾ സ്റ്റീമറിൽ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ സ്റ്റൗവിലേക്ക് വയ്ക്കുക. അതിനുശേഷം നമ്മൾ പുട്ടിടേണ്ട ആ ഒരു പാത്രം ഉണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് തേങ്ങ ഇടുക. ആദ്യം തേങ്ങ ഇടുക, അതിനുശേഷം പുട്ടുപൊടി ഇടുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തേങ്ങ കൂടുതലുള്ളവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കുക. അവസാനം ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. അതിനുശേഷം അത് അടച്ചു വയ്ക്കുക. ആവി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ആവി വന്നതിന് ശേഷം തീ കുറച്ച് വയ്ക്കണം കേട്ടോ. തീ കുറച്ച് വെച്ചൊരു 10 മിനിറ്റൊക്കെ ആവി വന്നതിന് ശേഷം, ഇപ്പോൾ ഇത് ആവി വന്നിട്ടുണ്ട്, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നല്ല പുട്ട് നല്ല പാകമായിട്ടിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇളക്കി കൊടുക്കുമ്പോൾ അത് കറക്റ്റ് നമ്മൾ പുട്ട് കുറ്റിയിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് പൊടിച്ച് തിന്നുന്ന ആ ഒരു പരുവത്തിന് കിട്ടും. അപ്പോൾ ഇന്ന് പുട്ടും പപ്പടമാണ് നമ്മളെ വീട്ടിൽ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.